ആരും മനഃപൂർവ്വം ചെയ്തിട്ടുള്ളതല്ല. ആരും ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഒരു കാര്യം ചെയ്യില്ല. പ്രത്യേകിച്ച് അമ്മ സംഘടനയുടെ വളരെ ആക്റ്റീവായിട്ടുള്ള മെമ്പറാണ് വിഷു. അതായത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു അമ്മ ടൂർ നടക്കുന്ന സമയത്ത് ത്രൂഔട്ട് കാര്യങ്ങൾ നോക്കി നടക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ എനിക്ക് വിഷുവിനോട് അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. ഇത് സാഹചര്യവശാൽ അങ്ങനെ സംഭവിച്ചു പോയി. തീർച്ചയായിട്ടും തെറ്റായി പോയി. അത് തീർച്ചയായിട്ടും തിരുത്തുകയും ചെയ്യും. അത് ഇത് ഒരു പേഴ്സണൽ ഒരു കാര്യത്തിന് അങ്ങനെയല്ല വിഷുവിനോട് പറഞ്ഞിട്ടുള്ളത്. പരാതിയായിട്ട് കൂടിയല്ല അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത്. അത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതും വരും കാലങ്ങളിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ടും അത് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശിച്ചിട്ട് കൊണ്ട് തന്നെയാണ്. അല്ലാതെ പരാതി പറയുന്ന ഒരാളല്ല പോയി. അങ്ങനെ ഈ കാര്യം പറഞ്ഞത് അടുത്ത ഇലക്ഷനിൽ അതിൻ്റെ തീർച്ചയായിട്ടും അവർ കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കും. അതിനുള്ള എന്തെങ്കിലും സാഹചര്യം വരാതിരിക്കാനുള്ള ഞങ്ങൾ എല്ലാ സുഖങ്ങളും സംസാരിക്കണം. ഒക്കെ ഞങ്ങൾ വളരെ സുഹൃത്തുക്കളാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ കൂടെ ഞങ്ങൾ സംസാരിച്ചത്. പ്രശ്നമൊന്നുമില്ല. അത് പ്രശ്നമാണ്. നിങ്ങൾ എന്തെങ്കിലും പറയണം. നിങ്ങൾക്കാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്കാണ് പ്രശ്നങ്ങൾ. നിങ്ങളുടെ ഈ തലക്കെട്ടുകളാണ് പ്രശ്നം. അതിനകത്ത് ഉള്ളടക്കങ്ങൾ പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അത് നിങ്ങൾക്ക് പറയാവുന്ന കുറച്ചും കൂടി ഹെവി ആയിട്ടൊരു യാത്രയായിരുന്നു. അതൊരു വേണ്ടിയിരുന്നില്ലേ? കാരണം ഇത്രയും ഇത്രയും കാലമായിട്ട് അതായത് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട് പറയണമെന്നുണ്ടോ? അല്ലാതെ ഞങ്ങൾ വളരെ പേഴ്സണലി അടുപ്പമുള്ള ആൾക്കാർ ഞങ്ങൾക്ക് വളരെ സ്വകാര്യമായിട്ട് ഞങ്ങൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. ആൾക്കാരെ കാണിക്കാനായിട്ടൊരു ഹെവി യാത്രയപ്പല്ല, ആത്മാർത്ഥമായിട്ടുള്ള യാത്രയപ്പ്. അത് ഞങ്ങൾക്ക് അറിയാം. അത് വേറെ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ഞങ്ങൾ ഉണ്ണിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങളെ വിളിച്ച് പറയാത്തതിൻ്റെ പരാതിയാണെന്ന് എനിക്ക് മനസ്സിലായി.